തിരുവല്ല കവിത കൊലക്കേസ് പ്രതി കുറ്റക്കാരനെന്ന് അഡീഷണൽ ജില്ലാ ജഡ്ജി കണ്ടെത്തി. ഈ ഒരു സംഭവം നമ്മുടെ നാടിനെ നടുക്കിയ ഒരു സംഭവം തന്നെയാണ്. 2019 മാർച്ച് 12 തിരുവല്ല ടൗണിലാണ് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. 2-ാം ദിവസം പെൺകുട്ടി മരണമടയുകയും ചെയ്തു. പെൺകുട്ടിയും തൻ്റെ കൂടെ പഠിച്ച അജി റെജി മാത്യു എന്നയാളും തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്ന് പറയുന്നു. വൺ സൈഡഡ് ആയിട്ടുള്ള സ്നേഹമാണോ എന്ന് നമുക്കറിയില്ല. എങ്കിലും രണ്ടുപേരും +2 ഒന്നിച്ച് പഠിച്ചവരാണ്, സ്നേഹത്തിലായിരുന്നു എന്നാണ് അജി റെജി മാത്യു പറയുന്നത്. പെൺകുട്ടിക്ക് ഇങ്ങോട്ടുണ്ടോ ഇല്ലോ നമുക്കറിയില്ല. എന്തായാലും സ്നേഹം മുറിഞ്ഞു, അത് തമ്മിൽ അകന്നു. അതോടുകൂടി അജിൻ റെജി മാത്യുവിന് ആ കുട്ടിയോട് വൈരാഗ്യമായി. അവളെ ഇനി മുന്നോട്ട് വിടാൻ കഴിയില്ല. തിരുവല്ലയിലെ ആ പെൺകുട്ടി MLTക്ക് വന്ന് പഠിക്കുകയാണ്. അത് സ്വകാര്യ സ്ഥാപനത്തിലാണ് ആ കുട്ടി പഠിക്കുന്നത്. ടൗണിനോട് ചേർന്ന് KSRT ബസ്സിനോട് ചേർന്ന് ഇടവഴിയിലാണ് ആ സ്ഥാപനം. അവിടെ വന്ന് ബസ് ഇറങ്ങി ടൗണിൽ കൂടെ നടന്നു പോകുമ്പോൾ അജിൻ റെജി മാത്യു നേരെ ഇവരുടെ അടുത്ത് വന്ന് അവരുടെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കി. താഴെ വീണ കുട്ടിയുടെ മുകളിലേക്ക് 3 കുപ്പി പെട്രോൾ ഒഴിച്ചു, തീ കൊളുത്തി. റോട്ടിൽ കിടന്ന പെൺകുട്ടി പിടഞ്ഞു. ഇത് കണ്ട് നാട്ടുകാർ ഓടിക്കൂടി. ഇവൻ അവിടെ ഓടി രക്ഷപ്പെടാൻ നോക്കി. അവനെ ഓടിച്ചിട്ട് പിടിച്ചു കെട്ടി. പെൺകുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. പെൺകുട്ടിയിലെ 70-75% പൊള്ളലേറ്റിരുന്നു. ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം പെട്രോളാണ് ഒഴിച്ചത്. അതിവേഗം കത്തിക്കേറിയ ദേഹത്ത്. പെൺകുട്ടിയെ കൊല്ലണ ഉദ്ദേശത്തോടെ രാവിലെ ഇവൻ 3 കുപ്പി പെട്രോൾ അവിടുത്തെ പെട്രോൾ പമ്പിൽ നിന്ന് വാങ്ങിച്ചു. അതുമായിട്ട് കുട്ടി റോഡിൽ കൂടെ വരുന്ന സന്ദർഭത്തിൽ കുത്തി വീഴ്ത്തിയിട്ട് റോഡിൽ വീണ കുട്ടിയുടെ പുറത്ത് 3 കുപ്പി പെട്രോള് തുര ഒഴിച്ചു. അതിനുശേഷം തീ കത്തിച്ചു. റോഡിൽ കിടന്ന് ജീവന് വേണ്ടി പിടഞ്ഞു ആ കുട്ടി. ആ സമയത്ത് നാട്ടുകാരെല്ലാം ഓടിക്കൊണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. തീ ആളി കത്തുകയാണ്. എന്തെങ്കിലും പുതപ്പോ ഷീറ്റും കൊണ്ട് ഇട്ടത് കുറച്ച് താമസിച്ചേ പറ്റുള്ളൂ. ആരും സഡനായിട്ട് ഇത് എത്തത്തില്ല. അതിനുമ്പ് കുട്ടി കരിഞ്ഞു. 75-80% കരിഞ്ഞു പോയി. മരണത്തോട് മല്ലടിച്ച് 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നു. 2-ാം ദിവസം പെൺകുട്ടി മരണപ്പെട്ടു. വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി തന്നെയായിരുന്നു കവിത. കാരണം കവിതയുടെ ഫോട്ടോ നമുക്ക് കാണാം. കവിതയെ സ്നേഹിച്ചു എന്ന് പറയുന്ന ആള് ആ സ്നേഹം മുറിഞ്ഞു പോയുള്ള വൈരാഗ്യത്തിലാണ് ആ പെൺകുട്ടിയെ കൊന്നതെന്നാണ് പറയുന്നത്. ഏതായാലും കേസിന്റെ അന്വേഷണം കൃത്യമായി പോലീസ് നടത്തി. 2019 സംഭവമാണെങ്കിലും 6 വർഷത്തിന് ശേഷമാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. എന്തായാലും പ്രതിക്ക് ജീവപര്യന്തം മാത്രമല്ല, പ്രതിക്ക് തൂക്കിക്കൊല അർഹിക്കുന്ന ഒരു കുറ്റമാണ്. റയറസ്റ്റ് ഓഫ് റയർ കേസാണിത്. കാരണം ജീവനോടെ പഠിക്കാൻ പോയൊരു കുട്ടിയെ നടു റോട്ടിൽ വെച്ച് കുത്തി വീഴ്ത്തി പെട്രോൾ ഒഴിച്ച് അതിദാരുണമായി ആ കുട്ടിയെ കൊല്ലുകയായിരുന്നു. അതുകൊണ്ട് ഇയാൾക്ക് കൊലപാതകം തെളിഞ്ഞെങ്കിലും പട്ടാപ്പകലുള്ള ഒരു കൊലപാതകം, ഒരു മർഡർ നാട്ടുകാരും മുഴുവൻ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏതായാലും 2 ദിവസം കഴിഞ്ഞ് പെൺകുട്ടി മരിച്ചു. കാരണം സർവൈവ് ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പ്രണയത്തിൽ നിന്ന് പെൺകുട്ടി പിന്മാറിയതാണ് കാരണമെന്ന് അയാൾ പറയുന്നു. അത് എത്രത്തോളം ശരിയാണോ എന്ന് സംശയം. കാരണം അങ്ങനെ ഒരു പ്രണയം വൺ സൈഡഡ് ആണോ അതോ ആ പെൺകുട്ടിക്ക് അങ്ങോട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് അറിയില്ല. ഇതുപോലെയുള്ള ചെറുപ്പത്തിലെ പ്രണയം ഇതുപോലെയൊക്കെ മുട്ടിട്ട പലരും, ധാരാളം കുട്ടികൾ അപകടത്തിൽപ്പെടുന്നുണ്ട്. പാലാ കോളേജിലെ ഒരു പെൺകുട്ടിയെ ഇതുപോലെ ആ പെൺകുട്ടി പിന്മാറി എന്ന് പറഞ്ഞപ്പം ആ പയ്യൻ, വേറെ സ്ഥലത്ത് പഠിക്കുന്ന പയ്യൻ അവിടെ വന്ന് കത്തി വാങ്ങിച്ച് ആ കുട്ടി കോളേജിന്റെ പരിസരത്ത് വെച്ച് കുത്തിക്കൊന്നത് നമുക്കറിയാം. ധാരാളം കുട്ടികളുണ്ട്. അതുപോലെ മൂവാറ്റുപുഴയിലെ ആ ഭാഗത്ത് കോതമംഗലത്തെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവയെ കാമുകൻ അല്ലെങ്കിൽ ആ കുട്ടിയായിട്ട് സ്നേഹത്തിലായിരുന്ന ആള് ആ ഹോസ്റ്റലിന്റെ അടുത്തൊരു മുറി എടുത്തിട്ട് അവിടെ വന്ന് ആ പെൺകുട്ടിയെ വെടിവെച്ച് കൊന്നതെന്ന് നമുക്കറിയാം. ധാരാളം സംഭവങ്ങൾ ഇതുപോലെ ഉണ്ടാവുകയാണ്. പ്രണയമായിട്ട് ബന്ധപ്പെട്ട് കൊലപാതകങ്ങൾ കേരളത്തിൽ അഭംഗരം തുടരുകയാണ്. പക്ഷെ ഇത് ചെറുപ്പക്കാരായ പെൺകുട്ടികൾ കൂടുതലും മനസ്സിലാക്കണം. അവരുടെ മാതാപിതാക്കൾ ഇതുപോലെയുള്ള ഇതിലൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ
പഠനകാലത്തൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അപകടത്തിൽ ചെന്ന് ചാടും. കാരണം പാർട്ട്ണർ അല്ലെങ്കിൽ സുഹൃത്ത് കൂട്ടുകാരൻ വിവേകമില്ലാത്തവനാണ്, മെച്യൂരിറ്റി ഇല്ലാത്തവന്മാരാണ്. ജീവിതത്തിൽ ഏതെങ്കിലും നിലവാരത്തിൽ എത്തിയ ശേഷം ആണെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കാൻ സാധ്യതയില്ല. അതിനു മുമ്പുള്ള +2 മുതലുള്ള പ്രേമം, അത് നിന്ന് ഇമ്മച്ചുറായ സമയത്ത് ചെയ്യുന്ന ആ പ്രേമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അപ്പം കഴിയില്ലെങ്കിലും അതിൽ നിന്ന് പിന്നീട് വളർച്ച മുന്നോട്ട് വരും തോറും അല്പം സ്വല്പം ബോധം കയറുമ്പോൾ അതിൽ നിന്ന് പിന്മാറിയ കൊള്ളാമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അപകടത്തിലേക്ക് പോകുന്ന ധാരാളം സംഭവങ്ങൾ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും പക്വതയുള്ള ഒരു ചിന്താഗതി വേണം. 20-21 വയസ്സ് കഴിയട്ടെ, അതിനുശേഷം മതി ഇങ്ങനെയുള്ളതിൽ ചെന്ന് ചാടാൻ. അതിൽ നിന്ന് ഇമ്മച്ചുറായ ചെറുപ്പത്തിലുള്ള ഇതുപോലെ പ്രേമങ്ങളെല്ലാം അപകടത്തിൽ ചെന്ന് ചാടുന്നതാണ് കാണുന്നത്. കാരണം കവിയും മറ്റവരുമൊക്കെ പ്രേമത്തെ പറ്റി പുകഴ്ത്തി സംസാരിക്കുമെങ്കിലും അത് കവിതയിലും നോവലിലൊക്കെ തന്നെയാണ് അതിന് സാധ്യത കൂടുതൽ. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ. ധാരാളം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ചെന്ന് ചാടാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ചാടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്മാറിയാലും നമ്മളെ കൊല്ലാനായിട്ടുള്ള ശ്രമം നടക്കുന്നതായിട്ട് കണ്ടു. ഏതായാലും 6-ാം തീയതി ഈ കേസിന്റെ വിധി കോടതി, ശിക്ഷാവിധി കോടതി നടപ്പാക്കും. പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടിട്ട് കഴിഞ്ഞ ദിവസം പ്രതിയെ റിമാൻഡിലേക്ക് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ശിക്ഷ ഇനി എന്താണെന്ന് വ്യാഴാഴ്ച അറിയാം. നമുക്ക് കഴിവുള്ളിടത്തോളം അതൊരു തൂക്കുകയറ് തന്നെ കൊടുക്കണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ മാതാപിതാക്കളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ ഓമന മകളെ കൊന്ന, സുന്ദരിയായ കൊച്ചിനെ കൊന്ന ആ കശ്മലിന് തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിക്കുന്നത് തൂക്കുകയറ് തന്നെയാണ്.